ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സുസ്വാഗതം. ഈ വർഷം പുസ്തക പൂജ 4 ദിവസമുണ്ട്. കാരണം അസ്തമ സമയത്ത് അഷ്ടമി തിഥി വരുന്ന ദിവസം പൂജവയ്പും, ദശമി തിഥി ഉദയം മുതൽ 6 നാഴികയെങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പും വിദ്യാരംഭം ആചരിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ പുസ്തകങ്ങൾ പൂജ വയ്ക്കുന്നതിനുള്ള സമയം സെപ്റ്റംബർ 29 വൈകിട്ട് 6:12 മുതൽ 7:20 വരെയാണ് ഏറ്റവും ഉത്തമമായ സമയം. ഈ സമയത്ത് തന്നെ നമ്മൾ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. എന്നാലേ നമുക്കതിന് ഫലം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു സമയം, അതായത് സെപ്റ്റംബർ 29 വൈകിട്ട് 6:12 മുതൽ 7:20 വരെയാണ് ആ ഒരു ഉത്തമമായ സമയം. അതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ പുസ്തകമെല്ലാം തന്നെ നമ്മളൊന്നെങ്കിൽ അമ്പലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലെ പൂജാമുറിയിലോ പൂജയ്ക്ക് വയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ ദുർഗ്ഗാഷ്ടമി 30/9/2025 ചൊവ്വാഴ്ചയാണ്. മഹാനവമിയും ആയുധ പൂജയും 1/10/2025 ബുധനാഴ്ചയുമാണ് നടത്തുന്നത്. ഇനി പൂജയെടുപ്പെന്ന് പറയുന്നത് 2-ാം തീയതിയാണ് നടക്കുന്നത്. അത് വ്യാഴാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം വിദ്യാരംഭത്തിന് ഏറ്റവും ഉത്തമമാണ്. അതായത് ഉഷപൂജയ്ക്ക് ശേഷം വിദ്യാരംഭത്തിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ പൂജയെടുപ്പ് നടത്തിയിരിക്കണം. ഈ വിദ്യാരംഭം എന്ന് പറയുന്നത് 2-ാം തീയതി, അതായത് 2/10/2025 വ്യാഴാഴ്ച വിജയദശമി ദിവസം വിദ്യാരംഭത്തിന് ക്ഷേത്രത്തിൽ മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല. എന്നിരിക്കലും രാവിലെ 9:18 വരെ വളരെ നല്ലൊരു സമയമാണെന്ന് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സമയം തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മളെല്ലാവരും തന്നെ ശ്രമിക്കുക. കാരണം അത്രയ്ക്കും നല്ലൊരു സമയമാണത്. അതുകൊണ്ടത് ഒഴിവാക്കാതെ പരമാവധി ആ ഒരു സമയം തന്നെ നമ്മൾ പൂജ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ നവരാത്രി പ്രധാന ചടങ്ങുകളിലൊന്നാണ് പൂജവയ്പ്പെന്ന് പറയുന്നത്. അത് നമ്മൾ വെക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രന്ഥങ്ങളും പഠനോപകരണങ്ങളും ഒക്കെയാണ് നമ്മൾ ശ്രീദേവിക്ക് മുമ്പിലായിട്ട് സമർപ്പിച്ച്, സരസ്വതി ദേവിയാണെങ്കിൽ ഏറ്റവും ഉത്തമം. കാരണം വിദ്യയുടെയും ബുദ്ധിയുടെയും ഒക്കെ ദേവിയായിട്ട് സരസ്വതി ദേവിയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാദേവിയെ സരസ്വതി ദേവിക്ക് മുൻപ് നമുക്ക് ആ ഒരു മുൻപിലായിട്ട് നമുക്ക് നെയ്വിളക്ക് തെളിയിച്ച് പുസ്തകങ്ങളും പഠനോപകരണങ്ങളായ എല്ലാ വസ്തുക്കളും നമ്മൾ പൂജ വയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഐശ്വര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും സരസ്വതി സങ്കല്പത്തിൽ പൂജവയ്പ് നടത്താവുന്നതാണ്. അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, മുതിർന്ന ആൾക്കാർക്കും സരസ്വതി സങ്കല്പത്തിൽ നമുക്ക് പൂജവയ്പ് നടത്താവുന്നതാണ്. ശരത് നവരാത്രിയിൽ അസ്തമയത്തിന് അഷ്ടമി തിഥി വരുന്ന സമയത്താണ് കൃത്യമായിട്ട് പറഞ്ഞ് പൂജ വയ്ക്കേണ്ടത്. അതുകൊണ്ട് പൂജ വയ്ക്കേണ്ട ആ സമയത്ത് 4 ദിവസം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് നമ്മളത് പാലിച്ച് നമ്മൾ പൂജ വയ്ക്കേണ്ടത്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മുടെ പൂജ വയ്ക്കേണ്ട സമയം സെപ്റ്റംബർ 29 വൈകിട്ട് 6:12 മുതൽ 7:20 വരെയാണ് ഏറ്റവും നല്ല ഉത്തമമായ സമയം. ഇനി എങ്ങനെയാണ് നമ്മൾ വിദ്യാരംഭം ചെയ്യേണ്ടതെന്ന് പറയാം. ദേവീ പൂജയ്ക്ക് ശേഷം മുന്നിലെ ഒരു താമ്പാളത്തിൽ അല്ലെങ്കിൽ താമ്പാളത്തിൽ നിറച്ച അരിയിൽ, നമുക്ക് പറയാം ഒരു പ്ലേറ്റോ, റൗണ്ടിലുള്ള ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഓട്ടുരുളിയിലൊക്കെ നമ്മൾ അരി നിറച്ച്, നമ്മൾ ആരെയാണോ ആരംഭം കുറിക്കുന്നതിനുള്ള കരുതി നമ്മൾ റെഡിയാക്കി നിർത്തിയിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ ആ വിരലിൽ പിടിച്ച് ഹരിശ്രീ ഗണപതിയെ നമഃ എന്ന് സ്വർണ്ണമോതിരം കൊണ്ട് നാവിലും ഇത് തന്നെ എഴുതേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ വിദ്യാരംഭം കുറിക്കേണ്ടത്. മദ്യപാന്മാരെ കൊണ്ടും അടുത്തറിയാത്തവരെ കൊണ്ടുമൊക്കെ, അതുപോലെ വൃത്തിയില്ലാത്തവരെ കൊണ്ടുമൊന്നും, മോശ സ്വഭാവമുള്ളവരെ കൊണ്ടൊന്നും കുഞ്ഞിൻ്റെ ഒരു നക്ഷത്രക്കൂറിൻ്റെ 6-ലോ 8-ലോ കൂറ് വരുന്ന നക്ഷത്രക്കാരെ കൊണ്ടൊന്നും തന്നെ വിദ്യാരംഭം കുറിപ്പിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും നല്ല ഉന്നത നിലയിൽ വിദ്യാഭ്യാസം ആർജിച്ചവർക്കും നല്ല രീതിയിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും അവരുടെ ആ സ്വഭാവ മഹിമയൊക്കെ ഉള്ളവർക്കുമൊക്കെ, ഗുരുക്കന്മാരും ഗുരുസ്ഥാനീയർക്കും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ നമുക്ക് ഈ വിദ്യാരംഭം കുറിക്കാനായിട്ട് തിരഞ്ഞെടുക്കാം. അത്രയും നല്ല ആൾക്കാരെ വേണം നമ്മൾ. പ്രത്യേകിച്ചും നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ ഭാവി എങ്ങനെയാണോ അത് നമ്മൾ ആ ഒരു വിദ്യാരംഭം കുറിക്കുന്ന ആ ഒരു വ്യക്തിയെയും അതിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാരംഭം കുറിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരു സരസ്വതി സ്തുതി ജപിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണിയും വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഈ മന്ത്രം നമ്മളൊരു 9 തവണയെങ്കിലും നമ്മളെ മനസ്സിൽ ധ്യാനിക്കുകയോ അല്ലെങ്കിൽ സരസ്വതി ദേവിയെ സ്തുതിച്ചുകൊണ്ട് വേണം നമ്മൾ വിദ്യാരംഭം
കുറിക്കുവാനായിട്ട് ആ ഒരു സമയത്ത് നമ്മൾ ജപിക്കേണ്ട മന്ത്രമാണിത്. അത് ജപിച്ചാൽ തന്നെ നമുക്ക് സർവ്വ ഐശ്വര്യവും ഏത് കുട്ടിയാണ് നമ്മൾ എഴുത്തിനിരുത്തുന്നത് ആ കുട്ടിയുടെ ആ വിദ്യാരംഭത്തിനും അതിനോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ കാലത്തുമൊക്കെ ഉന്നത നിലയിലെത്തുവാനായിട്ട് ഈ ഒരു പറഞ്ഞ രീതിയിൽ വിദ്യാരംഭം കുറിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ മന്ത്രം മറക്കാതെ ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും പൂജ വെപ്പിനും പൂജ എടുപ്പിനും വിദ്യാരംഭം കുറിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അടുത്തത് ഒരു പുതിയ അധ്യായത്തിൽ വരാം. നന്ദി, നമസ്കാരം.